കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകലിലും ദൈവം കടന്നു വന്ന അവിടുത്തെ ശബ്ദം കേൾപ്പാൻ അവിടെ നമ്മെല്ലാം ഇടയാക്കുന്നതിനാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഞാൻ യഹോവയെങ്കിലേക്ക് നോക്കാൻ ഒരിടം നമുക്കുണ്ട്. ആശ്രയിപ്പാൻ ഒരു പാറയുണ്ട്. ആശ്വസിപ്പിക്കാൻ സർവശക്തനായ ദൈവം ഇന്നും നമ്മോട് കൂടെ ഉണ്ട്. യഹോവയുടെ നാമം ബലമുള്ള ഒരു ഗോപുരം. ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാൻ നമുക്ക് കഴിയും. സ്വർഗം അവിടുത്തെ സിംഹാസനമാണ്, ഭൂമി അവിടുത്തെ പാദപീഠമാകിയാൽ അബ്ബാ പിതാവ് എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിൻ്റെ അവകാശം അവിടുന്ന് നമുക്ക് ദാനമായി നൽകിയതിനാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. മക്കളാണെങ്കിൽ നമ്മൾ അവകാശികളാണ്. ആ ഒരു അവകാശമുണ്ട്, ഒരു അധികാരം നമുക്കുണ്ട്. പിതാവിൻ്റെ അടുക്കൽ ചെന്ന മക്കൾക്ക് ഏത് സമയത്തും ഒരു പ്രോട്ടോക്കോളും ഇല്ലാതെ കാര്യം പറയാൻ കഴിയണം. അതാണ് ഒരു യഥാർത്ഥ പിതാവും പുത്രനുമായിട്ടുള്ള ബന്ധം, മക്കളുമായിട്ടുള്ള ബന്ധം. അങ്ങനെയെങ്കിൽ കൽവറിയിലൂടെ അവിടുത്തെ അവസാനത്തുള്ള രക്തത്തിലൂടെ നമ്മളെ വീണ്ടെടുത്ത് മക്കളും അവകാശികളുമാക്കിയ ആ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുവാനും അവിടുത്തെയോട് സംസാരിക്കാനും അവിടുത്തെ ഇഷ്ടമെന്താണ് എൻ്റെ ജീവിതത്തിൽ എന്ന് വെളിപ്പെടേണ്ടതിനും എപ്പോഴും അടുത്ത് ചെല്ലണം. ആ ശബ്ദം കേൾക്കണം. ആ കർത്താവിൽ നിന്ന് പ്രാപിക്കണം. അവിടുത്തെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഇന്ന് പകലിലും ഒന്നേൽപ്പിച്ചു കൊടുക്കാം. സുസ്ഥനായ ദൈവത്തെയാണ് നാം വിളിച്ചപേക്ഷിക്കുന്നത്. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ഒരു ദൈവം. സകലമെന്നല്ല, സകലവും. നമ്മൾ ഭാരപ്പെടുന്ന, നിരാശപ്പെടുന്ന സകല വിഷയങ്ങളുടെ മേലും തീർപ്പ് കൽപ്പിക്കാൻ കഴിവുള്ള ഉന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യം യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ വെളിപ്പെട്ട് വരേണ്ടതിന് നമുക്കവിടുത്തെ മുൻപാകെ ഒന്ന് സമർപ്പിക്കാം. ദൈവമേ, അങ്ങയുടെ ശബ്ദം എന്നെ ഒന്ന് കേൾപ്പിച്ച് ഈ പകൽ ശക്തിയോടെ ഒന്ന് നടത്തണമേ. യഹോവ തൻ്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയി എന്ന് വായിക്കുന്നു. ഉരുക്കേണ്ടതിനെ ഉരുക്കുന്ന ദൈവശബ്ദം, വെളിപ്പെടുത്തേണ്ടത് വെളിപ്പെടുത്തുന്ന ദൈവശബ്ദം, പുറത്തു കൊണ്ടുവരുന്ന ദൈവശബ്ദം ഇന്നും നമുക്ക് വേണ്ടി മുഴങ്ങും എന്നുള്ളതിന് സംശയമില്ല. സഹോദരങ്ങളെ, ഭയപ്പെടരുത്. ഇന്ന് ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന വിഷയത്തിന്മേൽ എങ്ങനെയൊക്കെ സമാധാനം പറയും? അടുത്ത ദിവസങ്ങളിൽ അതിനൊരു പരിഹാരമില്ലെങ്കിൽ ജീവിതത്തെ ബാധിക്കുമല്ലോ എന്ന് ചിന്തിക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ചിന്തകളും അതിൻ്റെ ആഴങ്ങളും അറിയാവുന്ന ഒരു ദൈവം തള്ളിക്കളയത്തില്ലെന്ന് ഉറപ്പ് തരുന്നു. ആഴിയിലും പ്രവർത്തിച്ച ദൈവം ഇന്ന് പകലിലും നിങ്ങളുടെ കൂടെയുണ്ട്. സൗഖ്യമാക്കാനും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തെ ടച്ച് ചെയ്യാനും
ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത നിങ്ങളുടെ വിഷയത്തെ തൊടാനും എൻ്റെ കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യും. 2 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം 5-ാമത് വാക്യം വളരെ സുപരിതവും ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുള്ള ഭാഗവുമാണ്. വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. നിങ്ങൾ കൊള്ളരാത്തവർ അല്ല എന്ന വരികിൽ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ, എന്നിട്ട് പറയുന്നു നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. നിങ്ങൾ പെർഫെക്റ്റ് ആണെങ്കിൽ, അതിൽ ജയിച്ചെങ്കിൽ, അങ്ങനെ നിലനിൽക്കുന്നെങ്കിൽ യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾ തന്നെ അറിയുന്നില്ലയോ? ഒരു വലിയ അറിവിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. അടുത്ത വാക്യവും അതുതന്നെയാണ്. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് നിങ്ങൾ അറിയുന്നു എന്ന് ഞാൻ ആശ്വസിക്കുന്നു അല്ലെങ്കിൽ ആശിക്കുന്നു. സ്ലീഹൻ പറയുകയാണ്, നിങ്ങൾ ഇതിനകത്ത് ജയിച്ചു. വിശ്വാസത്തിൽ, ഇബ്രായ ലേഖനത്തിൽ വിശ്വാസത്തിൽ ജയിച്ച ഒരു സമൂഹത്തെ എടുത്തു കാണിക്കുന്നു. ഇവിടെ പറയുന്നു, നിങ്ങൾ വ്യക്തിപരമായി വിശ്വാസത്തിലിരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കണം. ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ നടക്കുമോ? ദൈവശബ്ദം എൻ്റെ മേൽ വെളിപ്പെട്ടു വരുമോ? ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമോ? ദൈവ സാന്നിധ്യത്തിൻ്റെ ആഴങ്ങൾ ഇനിയും വെളിപ്പെടാൻ സാധ്യതയുണ്ടോ? ഇവിടെ ഒരത്ഭുതം കാണുമോ? ഇത് മരുഭൂമിയുടെ അവസ്ഥയല്ലേ? ഇവിടെ ആഴമുണ്ടല്ലോ, വെള്ളമില്ലല്ലോ, കാറ്റ് കാണുന്നില്ലല്ലോ, യാതൊരു സിംറ്റംസും വരുന്നില്ലല്ലോ, ദേശം എതിരാണല്ലോ, നിലനിൽപ്പ് അപകടത്തിലായല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരോട് പറയുന്നു, അതിൻ്റെ നടുവിലും പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും, യേസ്, ഉദ്ധരിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും, തുറക്കുന്ന ഒരു ദൈവമുണ്ടെന്നും, ആശയ്ക്ക് വിരോധമായി ഞാൻ ആശയോടെ വിശ്വസിക്കുമെന്ന് ഈ പകൽ പ്രഖ്യാപനം ചെയ്യാൻ തയ്യാറാകുമെങ്കിൽ ദൈവാത്മാവ് നിങ്ങളെ ടച്ച് ചെയ്യും. നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യണം, നമ്മളൊന്ന് പരിശോധിക്കണം, നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഇന്ന് പകൽ ഒരു പ്രഖ്യാപനം ദൈവമക്കൾ ചെയ്യണം. ഞാൻ ആ വിശ്വാസത്തിൽ നിലനിൽക്കുന്നോ? ആ വിശ്വാസത്തിൽ തന്നെയാണോ ഇരിക്കുന്നത്? അതോ മാറിയിട്ടുണ്ടോ? ചഞ്ചലിച്ചിട്ടുണ്ടോ? പതറിയിട്ടുണ്ടോ? എൻ്റെ ജീവിതം തകർന്നു പോയിട്ടുണ്ടോ? വിശ്വാസ കപ്പൽ തകർന്നു പോയിട്ടുണ്ടോ? ഉടഞ്ഞു പോയിട്ടുണ്ടോ? തീരുമാനമെടുത്ത സമയങ്ങൾ ശ്രേഷ്ഠമായിരുന്നു, പക്ഷേ ചിലതിൻ്റെ മുമ്പിൽ പതറുന്നില്ലേ? പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്നില്ലേ? ഇവിടെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച ദൈവശബ്ദം ഇനി നടക്കുമോ എന്ന് നിരാശയകത്ത് വരുന്നില്ലേ? സംശയത്തിൻ്റെ വാക്കുകൾ നിങ്ങളെ വല്ലാതെ ഉലയ്ക്കുന്നില്ലേ? ദൈവാത്മാവ് പറയുന്നു, നിങ്ങൾ ശോധന ചെയ്തിട്ട് ഇതിൻ്റെ നടുവിൽ ഞാൻ പതറത്തില്ല, സംശയിക്കത്തില്ല, അവിശ്വസിക്കത്തില്ല എന്ന ഒരു ഉറപ്പ്. നമ്മളെ തന്നെ ശോധന ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളം പറയണം, ഇവിടെ ഞാൻ വീഴില്ല, ഞാൻ വിശ്വാസത്താൽ ജീവിക്കും, ഞാൻ എഴുന്നേറ്റ് നടക്കും, ഞാൻ ആത്മാവിൽ സഞ്ചരിക്കും, സകലത്തെ ഞാൻ ചവിട്ടി മെതിക്കും, പ്രാർത്ഥനയാലും ഉപവാസത്താലും സകല വ്യാധികളെയും നീക്കുന്ന പ്രാർത്ഥനയാലും വിശ്വാസത്താലും നീങ്ങിപ്പോകേണ്ടതിനോട് നീങ്ങിപ്പോകാൻ പറയുന്ന ഒരാത്മശക്തി എൻ്റെ അകത്ത് ഉണ്ട്. ഞാനത് മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കുന്നവരെ പറ്റി പരിശുദ്ധാത്മാവ് പറയുന്നു, കർത്താവ് നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. ക്വസ്റ്റ്യൻ മാർക്ക്.
അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാനും ആശിക്കുന്നു പൗലോസ്ലീഹ പറയുക. ഈ പകൽ പരിശുദ്ധാത്മാവ് നമ്മളെ നോക്കി അങ്ങനെ പറയുമോ? വിശ്വാസത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. യോബ് വിശ്വാസത്തിന് വേണ്ടി പിടിച്ചു നിന്നതാ. തള്ളിപ്പറയാൻ എല്ലാവരും പറഞ്ഞപ്പോഴും ദൈവത്തിന് ഉറപ്പുണ്ടായിരുന്നു താൻ വിട്ടേച്ച് പോവത്തില്ലെന്ന്. അതുകൊണ്ട് പിശാചേ നീ എന്ത് വേണം ചെയ്തോ, പ്രാണനെ മാത്രം തുടരുത്, ബാക്കി എല്ലാ പരീക്ഷകളും നടത്തിക്കോ, അവനെന്നെ തള്ളിപ്പറയത്തില്ല. അതുകൊണ്ട് അയ്യോ പ്രഖ്യാപിച്ചത്, എൻ്റെ ദൈവമേ അങ്ങനെ കൊന്നാലും ഞാനങ്ങ് വിട്ടു പോകത്തില്ല, ഞാൻ അങ്ങേ തന്നെ കാത്തിരിക്കും എന്ന് പറയാൻ കാര്യമതാ. വിടുതൽ നടക്കാതിരുന്നപ്പോഴും 42-ാം അധ്യായത്തിൽ പ്രഖ്യാപിച്ച പ്രഖ്യാപനം അതുകൊണ്ടാണ്. യഹോവേ അങ്ങയ്ക്ക് സകലവും കഴിയും. വിശ്വാസത്തിൽ ഇരുന്നുകൊണ്ടാണ് ശരീരം തകർക്കപ്പെട്ടു. ഭാര്യയെ കൂടെ കൈത്താങ്ങനില്ല, സന്തോഷിക്കേണ്ട മക്കൾ കൂടില്ല, എല്ലാം തകർക്കപ്പെട്ടു. 5 വയസ്സ് കയ്യിലില്ല. ജീവിതം വലിയ തകർച്ചയുടെ എൻഡിലേക്ക് മാറ്റപ്പെട്ടപ്പോഴും പറയുക, യഹോവേ അങ്ങയ്ക്ക് സകലവും കഴിയും, അങ്ങയുടെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല എന്ന് ഞാൻ അറിയുന്നു. ആ ഒരറിവ് കേട്ടോ ഇന്ന് പകൽ നമ്മുടെ അകത്തുണ്ടാവണം. അത് താൻ ടെസ്റ്റ് ചെയ്തിട്ടാണ് പറഞ്ഞത്. വിശ്വാസത്തിലിരിക്കുന്നത് ഏറ്റവും വലിയ തെളിവാണ്. ഇന്ന് പകൽ പ്രശ്നങ്ങളുടെ നടുവിൽ പതറുന്ന ചിലരുണ്ട്. എങ്ങനെ നിൽക്കുമെന്ന് ചോദിക്കുന്ന ചിലരുണ്ട്. ഇവിടെ ഒഴുകിപ്പോകുമോ? ഇല്ല, ഒഴുകത്തില്ല. ധൈര്യത്തോടെ പറ, അകത്ത് നിന്നൊരു വിശ്വാസം കത്തട്ട. എന്നെ വിളിച്ചവൻ ആരാന്ന് എനിക്കറിയാം. അവിടുന്ന് എൻ്റെ കരത്തി പിടിച്ചിട്ടുണ്ട്. ഞാൻ പാതറത്തിൽ സംശയിക്കത്തില്ല. ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേലുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു തലത്തിലേക്ക് ഇന്ന് പകൽ മാറണം. ഈ വചനം നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ടെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്യണം, ഒന്ന് ശോധന ചെയ്യണം. യെസ്, പതറുമോ? ഇല്ല, ഞാൻ മുമ്പോട്ട് പോകും. എന്നെ വിളിച്ചവൻ എൻ്റെ കൂടെയുണ്ട്, കരത്തി പിടിച്ചവൻ എൻ്റെ കൂടെയുണ്ട്. അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് പെർഫെക്റ്റാണ് പറ, എൻ്റെ യേശു എൻ്റെ ഉള്ളിലുണ്ട്, ഞാനിത് മനസ്സിലാക്കുന്നു. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ വചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽ ഞങ്ങളെ ബലത്തോടെ നിർത്തുന്നതിനായി ആടിപ്പോകുന്ന, ഉലഞ്ഞു പോകുന്ന, വലഞ്ഞു പോകുമെന്ന് ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഞങ്ങളുടെ വിശ്വാസ കപ്പൽ തകരത്തില്ല. ഞങ്ങൾ വിശ്വാസത്തിൽ തന്നെ ഇരുന്ന് കർത്താവിന് മഹത്വപ്പെടുത്തും. ഞങ്ങൾ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങും. അങ്ങനെയെങ്കിൽ ഞങ്ങളെ തന്നെ ശോധന ചെയ്തിട്ട് യേശുവിൻ്റെ ശക്തി ഞങ്ങളുടെ അകത്തുണ്ടെന്ന് ഞങ്ങൾ വ്യക്തമായി ഇന്ന് പകൽ വിളിച്ചു പറയുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ, അലട്ടലുകൾ മാറട്ടെ. ചില ശ്വാസം മുട്ടിക്കുന്ന പോലെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ് യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, സംസാരത്തെ പോലും തടയാൻ ശ്രമിക്കുന്ന ചില ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ് യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് മാറിപ്പോകട്ടെ. അത് സംഭവിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ബാലൻസ് തെറ്റിക്കുന്ന, ബ്ലാങ്കാക്കുന്ന ചില ദുഷ്ടവ്യാപാരങ്ങൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറുന്നതിനായി സ്തോത്രം. തിരുമഹത്വം നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ അഭിഷക്തന്മാരുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തന്നെ ആമീൻ, ആമീൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ വിശ്വാസം പ്രഖ്യാപിക്കൂ. വിശ്വാസത്തിനകത്താണ് ഇരിക്കുന്നതെന്ന് ഇന്ന് പകൽ ശോധന ചെയ്യൂ. ആ ഒരു അറിവ് നമ്മുടെ അകത്തുണ്ടാവണം. ഈ വചനങ്ങളാൽ കർത്താവ് സഹായട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.